ഡാർക്ക് നെറ്റ് വഴി ലഹരി വിൽപ്പന നടത്തിയ കേസിൽ മുഖ്യപ്രതി എഡിസൺ പിടിയിലായതിനു പിന്നാലെ ഇടപാടുകാർക്ക് മുന്നറിയിപ്പ് നൽകി ലഹരി കച്ചവടക്കാർ. എല്ലാ വിവരങ്ങളും ഡിലീറ്റ് ചെയ്യാനും ലഹരി പാക്കറ്റുകൾ കത്തിച്ചു കളയാനുമാണ് ഡാർക്ക് നെറ്റിൽ നിർദ്ദേശം നൽകിയത്. ഡാർക്ക് നെറ്റിലെ ഡ്രെഡ് എന്ന ആപ്ലിക്കേഷനിലൂടെയാണ് സന്ദേശമെത്തിയത്. ലഹരി കച്ചവടക്കാർക്കിടയിൽ പ്രചരിക്കുന്ന സന്ദേശത്തിന്റെ തെളിവുകൾ 24-ന് ലഭിച്ചു. സാധാരണക്കാർക്ക് ആക്സസ് ഉള്ള ഒരു മേഖലയല്ല ഈ ഡാർക്ക് നെറ്റ്. അതായത് നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന ബ്രൗസറുകളോ സെർച്ച് എഞ്ചിനുകളോ ഒന്നും ഈ ഡാർക്ക് നെറ്റിലേക്ക് ആക്സസ് ലഭിക്കുന്നതല്ല. ഇത് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള വലിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഇടപാടുകൾ നടത്തുന്നതും അതിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും. അപ്പോൾ അത്തരത്തിലൊരു സൈറ്റിലെ ഡ്രെഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഇവർ ഈ ലഹരി കൈമാറ്റത്തിനും കച്ചവടത്തിനുമൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഈ എഡിസൺ പിടിയിലായതിന് പിന്നാലെയാണ് അതിൽ വന്ന സന്ദേശം കെറ്റാമെലോൺ NCBയുടെ പിടിയിലായിരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും നശിപ്പിച്ച് കളയുക, കത്തിച്ച് കളയുക എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലഹരി കൈമാറിയതുമായി ബന്ധപ്പെട്ടുള്ള പാക്കറ്റുകളുടെയും മറ്റും സിപ്പ് കോഡുകളും മറ്റും കത്തിച്ച് കളയുക, അതൊരു കാരണവശാലും അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക, ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്യാച്ചുകളും മറ്റും ലോഗിൻ ഐഡികൾ, അങ്ങനെ ഇതെല്ലാം ഡിജിറ്റൽ തെളിവുകളെല്ലാം ഇല്ലാതാക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ രേഖയ്ക്ക് അത്രയും പ്രാധാന്യമുള്ളത്. ഇത് NCB തന്നെ ഇവരുടെ ഈ ഡാർക്ക് നെറ്റിൽ നിന്ന് ശേഖരിച്ച തെളിവുകളാണ് നമുക്കും ലഭിച്ചിരിക്കുന്നത്.